മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് ഗൈനക്കോളജി വിഭാഗം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഡോക്ടർമാർ അവധിയെടുത്ത് പോയതാണ് പ്രതിസന്ധിയുണ്ടാക്കിയത്. 2 സീനിയർ കൺസൾട്ടന്റുമാരും 1 ജൂനിയർ കൺസൾട്ടന്റും അടക്കം 3 ഡോക്ടർമാരുള്ള ഗൈനക്കോളജി വിഭാഗത്തിലാണ് പ്രതിസന്ധി. ഇതോടെ പ്രസവത്തിനായി എത്തിയവരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയാണ്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന ഗർഭിണികൾ ഉൾപ്പെടെ വലയുകയാണ്. ഡോക്ടർമാർ ഇല്ലാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നുവെന്നാണ് പരാതി. രാവിലെ ഒന്ന് അഡ്മിറ്റ് വന്നപ്പോൾ ഡോക്ടർ ഇല്ല. അപ്പോൾ ജനറൽ ഡോക്ടർ പറഞ്ഞ് ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും വേണ്ടില്ല നമ്മൾ കൊണ്ടേ കാണിച്ചോളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ കൊണ്ടേ കാണിച്ചാൽ നിൽക്കൂല. അഡ്മിറ്റ് ആ പറഞ്ഞത് സിസേറിയന് മറ്റന്നാളാണ് 19 2 സീനിയർ കൺസൾട്ടന്റുമാരും 1 ജൂനിയർ കൺസൾട്ടന്റുമാണ് വിഭാഗത്തിലുണ്ടായിരുന്നത്. ജൂനിയർ കൺസൾട്ടന്റ് വ്യക്തിപരമായ ആവശ്യത്തിന് അവധിയിലാണ്. 1 സീനിയർ കൺസൾട്ടന്റ് ദീർഘകാല അവധിയെടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് പോയി. 3ാമത്തെ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറായി പോയി. അവധിയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാത്തതിനാൽ പകരം നിയമനം നടത്താനായില്ല. 3 ഡോക്ടർമാരുടെ ഗൈനക്കോളജി ഒപിയിലെ ഒരു ഡോക്ടർ പോലുമില്ല. സാധാരണക്കാരായ ഒരുപാട് ആളുകളെ ആശ്രയിക്കുന്ന ഈ താലൂക്ക് ആശുപത്രി ഈ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. സ്ഥലം മാറ്റത്തിലൂടെ ഡോക്ടർമാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ കൃത്യമായി ഇവിടെ നിയമിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. പ്രസവ പരിചരണം ഉൾപ്പെടെ പ്രധാന സേവനം നൽകേണ്ട സർക്കാർ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് പോലുമില്ലാത്ത അവസ്ഥ. ഒഴിവുകൾ അടിയന്തരമായി നികത്തി ചികിത്സാ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. റിപ്പോർട്ടർ, തിരൂർ.